ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. ദ്വാരപാലക പാളികളിലെ സ്വർണം കൊള്ളയടിച്ച കേസിൽ നൽകിയ അപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. ഇതിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനത്തിൽ പത്മകുമാറിനൊപ്പം തന്നെ മറ്റു ബോർഡംഗങ്ങളായ KP ശങ്കരദാസിനും N വിജയകുമാറിനും പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒപ്പുവയ്ക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന വാദമാണ് എ പത്മകുമാർ കോടതിയിൽ ഉയർത്തിയത്. എന്നാൽ ഈ വാദം കണക്കിലെടുക്കാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ നൽകിയ അപേക്ഷയാണ് തള്ളിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിലും പത്മകുമാറിന് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇതിനിടെയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷകൾ നൽകിയത്. അതേസമയം പത്മകുമാറിനും അന്നത്തെ മറ്റംഗങ്ങളായ ശങ്കരദാസിനും N വിജയകുമാറിനും സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന കണ്ടെത്തലാണ് SIT നടത്തിയത്. പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനത്തിൽ 3 പേർക്കും പങ്കുണ്ട്. നിർണായക തീരുമാനം കൈക്കൊണ്ട ബോർഡ് യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ശങ്കരദാസ് മൊഴിയിൽ പറഞ്ഞത് കള്ളമാണെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കാൻ 3 വ്യാജരേഖകൾ സൃഷ്ടിച്ചു. പാളികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ദേവസ്വം ഭൂമിയിലാണെന്ന് ഇവർ രേഖപ്പെടുത്തിയില്ല. ഇത് ദേവസ്വം മാനുവലിന്റെ ലംഘനമാണെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.